ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു കറൻറ്റ് റിലേഷൻഷിപ്പിന് ഫ്യൂച്ചറില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകത്തില്ല എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴേ തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ഒരു വൺ സൈഡ് ആണ് എന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്ന ഒരവസ്ഥ, അവരെ എല്ലാ കാര്യങ്ങൾക്കും അപ്രോച്ച് ചെയ്യേണ്ട ഒരവസ്ഥ. ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊരു 10 തവണ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിൽ പോകത്തില്ല. ബ്രേക്കപ്പ് ആവാനോ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിവോഴ്സ് ആവാനോ ഒക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും സപ്പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് വിളിക്കുക, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അതിനുവേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സംസാരങ്ങളിൽ നിന്നും പതിയെ തെന്നി മാറുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വിട്ട് അടുത്ത ടോപ്പിക്ക്, വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ അതപ്പോൾ അവോയ്ഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങളോടൊത്ത് അല്ലെങ്കിൽ ഒന്നിച്ചൊരു ലൈഫ് സ്വപ്നം കാണുന്ന ഒരാളായിരിക്കത്തില്ല. നിങ്ങൾക്ക് അത്ര പ്രയോറിറ്റി തരാത്ത ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി ആ റിലേഷൻഷിപ്പ് തകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് റിലേഷൻഷിപ്പിൽ, നീ എന്ത് എഫേർട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ നീ എനിക്ക് എന്താണ് ചെയ്തു തന്നിട്ടുള്ളത്, നീ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധാരാളം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്, അയാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു വിലയില്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊന്നിനും യാതൊരു വിധത്തിലുള്ള വാല്യൂ നൽകാത്ത ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ മൈൻഡ് അങ്ങനെ ആകുമ്പോൾ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ നിങ്ങൾക്ക് വാല്യൂ നൽകാതിരിക്കുക, അതുപോലെ തന്നെ നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് നന്നായിട്ട് ഗ്രോ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അഥവാ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി ഞങ്ങൾ ബ്രേക്കപ്പ് ആവുമോ, ഇപ്പോൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അത്ര ശരിയല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതാ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ലാതിരിക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇല്ല എങ്കിൽ ഫ്യൂച്ചറിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴേ ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷനൊക്കെ പോയി, നിങ്ങളുടെ അടുത്തിരിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല, ബെഡ് ഒന്നിച്ച് ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ്, രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ഒന്നും തന്നെ തയ്യാറാവുന്നില്ല. അത്തരം ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ഫ്യൂച്ചറിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴേ ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വലിയ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ അത് വേണ്ടെന്ന് വെക്കുക, മറ്റൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ബോൾഡായിട്ടുള്ള ആളുകളാണെങ്കിൽ
അതല്ലാന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോറിറ്റിയും നൽകുന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സുഹൃത്തുക്കൾ, കൊളീഗ്സ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെയൊക്കെ പ്രയോറിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവസാനമാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതെങ്കിലും അവിടെയും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, പ്രയോറിറ്റിയിൽ നിങ്ങൾ മുൻപന്തിയിലാണോ എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മേ ബി ചിലപ്പോൾ ചില ആളുകൾക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ 1-2 കാര്യങ്ങളില്ല എങ്കിൽ ബാഡായിട്ട് ചിലപ്പോൾ തോട്ട്സ് പോയി എന്ന് വരാം. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ റിലേഷൻഷിപ്പും മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.